ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്യൂയിങ് സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വാം ആൻഡ് കൂൾ കളേഴ്സ് ആണ്. കേട്ടഡ് കാറ്റഗറി ഫോർ സ്യൂയിങ്, UP ഹൈസ്കൂൾ സ്യൂയിങ് ടീച്ചർ, ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എന്നീ എക്സാമുകളുടെ സിലബസിലെ കളർ തിയറി, ഫാബ്രിക് പെയിന്റിംഗ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഭാഗമാണ് വാം ആൻഡ് കൂൾ കളേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കളർ വീലും പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി നിറങ്ങളും കണ്ടു. കളർ വീലിലാകെ 12 നിറങ്ങളാണ് ഉള്ളത്. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കളർ വീലിനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ റെഡ്, ഓറഞ്ച് വരുന്ന ഭാഗത്തെ 6 കളേഴ്സിനെ വാം കളേഴ്സ് എന്നും, വാം കളേഴ്സിന് ഓപ്പോസിറ്റായി ബ്ലൂ, ഗ്രീൻ വരുന്ന ഭാഗത്തെ 6 കളേഴ്സിനെ കൂൾ കളേഴ്സ് എന്നും പറയുന്നു. വാം ആൻഡ് കൂൾ കളേഴ്സ് കോൺട്രാസ്റ്റ് നിറങ്ങളാണ്. അതിനാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട, നോട്ടീസ് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങളിൽ ഈ നിറങ്ങൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. ഈ ചിത്രത്തിൽ കൂൾ കളേഴ്സിനൊപ്പം അല്പം വാം കളേഴ്സും ഇതിൽ വാം കളേഴ്സിനൊപ്പം കൂൾ കളേഴ്സും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി വാം കളേഴ്സിനെ കുറിച്ച് നോക്കാം. റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നീ നിറങ്ങൾ സൺ, ഫയർ, ഡേഞ്ചർ എന്നിവയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഊഷ്മളത പകരുന്ന, ഒരു വാംത് ഫീൽ തരുന്ന നിറങ്ങളാണിവ. ഊർജ്ജസ്വലത പകരുന്ന, പ്രതീക്ഷ, ജീവാത്മകത നൽകുന്ന, എനർജറ്റിക് ആയിട്ടുള്ള, ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ലൈവ്ലി ആയിട്ടുള്ള നിറങ്ങളാണിത്. തീവ്രത, ഇൻറ്റൻസിറ്റി ആൻഡ് വേവ് ലെങ്ത് കൂടിയ നിറങ്ങളാണ് വാം കളേഴ്സിലുള്ളത്. അതിനാൽ തന്നെ ഈ നിറങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണ്. ശ്രദ്ധ പതിയേണ്ട, പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിൽ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നു. സ്റ്റോപ്പ് സിഗ്നലിനും ഡേഞ്ചറിനും റെഡ് കളർ ഉപയോഗിക്കുന്നത് ഇതിനാലാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എഹെഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് എടുപ്പുള്ള, എടുത്തു നിൽക്കുന്ന നിറങ്ങളാണ് വാം കളേഴ്സ്. ഇത് ഒരു ഫോർവേഡ് മൂവ്മെന്റ്, അതായത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പോലെ, നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്ന പോലെ, നമ്മുടെ ക്ലോസ് ആയി നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീൽ തരുന്നു. അതിനാൽ തന്നെ ഈ നിറങ്ങളിലുള്ള വസ്ത്രം ധരിച്ചാൽ ധരിക്കുന്ന വ്യക്തിയുടെ ഫിഗറിനെ, ബോഡി ഷേപ്പിനെ വലുതാക്കി കാണിക്കുന്ന, എംഫസൈസ് ചെയ്യുന്ന പോലെയുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് കൂൾ കളേഴ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. കൂൾ കളേഴ്സിലെ നിറങ്ങൾ സ്കൈ, സീ, നേച്ചറായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് സമാധാനം, ശാന്തത, ക്ഷേമം, അന്തസ്, അതായത് പീസ്, സെറിനിറ്റി, ഡിഗ്നിറ്റി, ലക്ഷറി, റോയൽറ്റി എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇൻറ്റൻസിറ്റി കുറഞ്ഞ, വേവ് ലെങ്ത് കുറഞ്ഞ നിറങ്ങളാണ് കൂൾ കളേഴ്സിലുള്ളത്. ഇവ റിസീഡിംഗ് കളേഴ്സ് ആണ്. അതായത് ഒരു ബാക്ക്വേർഡ് മൂവ്മെന്റ്, പുറകോട്ട് പോകുന്ന, അകന്ന ദൂരേക്ക് പോകുന്ന പോലെയുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നിറങ്ങൾ അധികം അട്രാക്റ്റീവ് ആൻഡ് ഐ കാച്ചിങ് അല്ല. അതിനാൽ ഈ നിറത്തിലുള്ള കുറച്ച് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ നിറങ്ങൾ അകന്ന ദൂരെ നിൽക്കുന്ന ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ നിറത്തിലുള്ള വസ്തുക്കൾ ചെറുതാണ് എന്ന ഫീൽ തരുന്നു. അതായത് വാം കളേഴ്സിനെ അപേക്ഷിച്ച് കൂൾ കളേഴ്സ് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നതിനുള്ള പ്രവണത നൽകുന്നു. കൂൾ കളേഴ്സിലുള്ള ഗാർമെന്റ്സ്, വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഫിഗറിനെ, ബോഡി ഷേപ്പിനെ മിനിമൈസ് ചെയ്യുന്ന, ചെറുതാക്കി കാണിക്കുന്ന എഫക്റ്റ് തരുന്നു. കൂൾ കളേഴ്സിലെ ബ്ലൂ കളർ അമിതമായാൽ, ഓവർഡു ആയാൽ അത് വിഷാദം, ഡിപ്രസിംഗ് എന്ന ഫീൽ തരുന്നു. അടുത്തത് ന്യൂട്രൽ കളേഴ്സ് ആണ്. ഉദാസീനമായ, ഐഡിൽ ആയിട്ടുള്ള, ലേസി ആയിട്ടുള്ള, നിഷ്ക്രിയമായ, അതായത് ഇനാക്റ്റീവായ, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത നിറങ്ങളെയാണ് ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്നത്. കളർ വീലിൽ കാണാത്ത, എന്നാൽ എല്ലാ ഫാഷൻ സീസണിലും ചേർന്ന് പോകുന്ന നിറങ്ങളാണിവ. ഈ നിറങ്ങൾ മറ്റു നിറങ്ങളെ എംഫസൈസ് ചെയ്യാൻ, എടുത്തു കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ ന്യൂട്രൽ കളറായ ക്രീം ആൻഡ് റെഡ് കളറിലുള്ള ഒരു മെക്രോണും കേക്കുമുണ്ട്. ഇവിടെ ക്രീം കളർ റെഡ് കളറിനെ എംഫസൈസ് ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.